അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം എന്താണ് തബറുക്ക് എന്നും തബറുക്കുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ ഖുർആനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും വിശദമായി അറിയുകയും പഠിക്കുകയും ചെയ്തു. ഇന്ന് ഇസ്ലാമിലെ രണ്ടാം പ്രമാണമായ ഹദീസിൽ തബറുക്കുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബറുക്കെടുക്കാൻ വേണ്ടി ഉമ്മത്തിനെ പ്രേരിപ്പിക്കുകയും അതിന് നിർദ്ദേശം നൽകുകയും ചെയ്ത പ്രവാചകരായിരുന്നു എന്ന് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായ ഹദീസ് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ലമ്മ റമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജംറത്ത, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ ജംറയിൽ കല്ലെറിഞ്ഞതിന് ശേഷം വനഹറ നുസ്കഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബലിമൃഗത്തെ അറുത്തു. വഹലക നാവലൽ ഹാലിക ശിഖഹുൽ ഐമൻ ഫഹലഖഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വലതുഭാഗത്തെ മുടി മുണ്ടനം ചെയ്യുകയാണ്, മുടി കളയുകയാണ്. സുമ്മ ദഅ അബാ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻ, എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഫഅഅതാഹു ഇയാഹു, ആ വലതുഭാഗത്ത് നിന്നെടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന് നൽകുന്നു. സുമ്മ നാവലഹു ശിഖൽ ഐസറ, പിന്നീട് ഇടതുഭാഗത്തെ മുടി ഷറഫാക്കപ്പെട്ട ഷഅർ മുബാറക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളയുന്നു. ഫഅഅതാഹു അബൂ തുൽഹ, എന്നിട്ട് അതും അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വാക്കാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരാൾ ശരീരത്തിൽ നിന്നുള്ള മുടി കളഞ്ഞാൽ സാധാരണ നമ്മളെല്ലാവരും ചെയ്യാറുള്ളത് അതെടുത്ത് ഒഴിവാക്കാറാണ്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിക്കുന്നത് അതായിരുന്നില്ല. ഇഖ്സിംഹു ബൈനന്നാസ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് ഇത് നിങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഷഅർ മുബാറക്ക് കൊണ്ട് എൻ്റെ ശേഷം വരുന്ന ഉമ്മത്തിന്, എൻ്റെ ശേഷം വരുന്ന എൻ്റെ അനുയായികൾക്ക് അവർക്ക് ബറക്കത്തെടുക്കാൻ അത് ഉപകരിക്കണം എന്ന താല്പര്യത്തോടുകൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഷറഫാക്കപ്പെട്ട ഷഅർ മുബാറക്ക് അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ ഓരോന്നോരോന്നായി ജനങ്ങൾക്ക്, അവിടെ കൂടിയ സ്വഹാബികൾക്ക് വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ബറക്കത്തിനെ അംഗീകരിച്ചിരുന്നു എന്ന് മാത്രമല്ല അത് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നല്ല, അത് ബറക്കത്തെടുക്കാൻ വേണ്ടി ജനങ്ങളോട് നിർദ്ദേശിക്കുക കൂടി ചെയ്ത പ്രവാചകരായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്മയിൽ വഴി നടത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.